നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. RSS ഗണഗീതം മുസ്ലിം കുട്ടികൾ സ്കൂളിൽ ആലപിച്ചിരിക്കുന്നു. ദേശഭക്തി ഗാനമായിട്ടാണ് ആലപിച്ചത്. ഇതാണ് വലിയ വാർത്തയായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ പറയട്ടെ, എനിക്ക് അറിയാവുന്ന ഒരു ദേശഭക്തി ഗാനമാണ് അത്. മാത്രവുമല്ല, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോ വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു. ഞാൻ RSSകാരെ തെറി വിളിക്കുന്നതും നരേന്ദ്രമോദിയുടെ പിതാവിനെ പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഞാൻ പക്ക RSS വിരോധിയാണ്. BJPക്കാരായിട്ട് യാതൊരുവിധ ഹിന്ദുത്വമായിട്ടുള്ള യാതൊരുവിധ കാര്യത്തിലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒന്നും തന്നെ പങ്കെടുക്കാത്ത, അല്ലെങ്കിൽ അവരുടെ ആദർശവുമായി ഒത്തുപോകാത്ത ഒരു മനുഷ്യനാണ് എന്നുള്ളത് ഓർക്കണം. ഒപ്പം തന്നെ എൻ്റെ രാഷ്ട്രീയം ഏതാണെന്നും ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറയാനുള്ളത്, ആ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരോടാണ്. നിങ്ങൾക്ക് ആയിരം അഭിനന്ദനങ്ങൾ കുട്ടികളെ. കാരണം ആ ഗണഗീതത്തിനകത്ത് ഒരു വരി പോലും ഒരു മതചിന്ത ഉണർത്തുന്നതോ അല്ലെങ്കിൽ വിദ്വേഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതോ അതല്ലെങ്കിൽ മറ്റൊരു മതത്തിനെ തള്ളിപ്പറയുന്നതോ ആയിട്ടുള്ള ഒരു വരികളും അതിനകത്തില്ല. എനിക്കൊരു 2 വരി പാടണം എന്ന് ആഗ്രഹിക്കുന്നു. പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം, പുണ്യവാഹിനി സേജനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. ഒരു വരിയും കൂടെ ശ്രദ്ധിക്കണം. പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ, വിടർന്നിടുന്നു മുകുളങ്ങൾ. എന്താണ് അതിൻ്റെ അർത്ഥം? പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി. നമ്മൾ പല മതത്തിലുള്ള ആളുകളാണെങ്കിലും ഒരൊറ്റ മനസ്സായി ഒരേപോലെ നമ്മളിവിടെ ജീവിക്കുന്നുണ്ട്, നമ്മളിവിടെ ജീവൻ വളരുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ നല്ല ഒരു ദേശഭക്തി ഗാനമാണ്. ഇത് പാടിയതിന് വളരെയധികം ആക്ഷൻ എടുക്കും. ഇനിയിപ്പോൾ ആ ടീച്ചറെ പറഞ്ഞു വിട്ടതുപോലെ ഈ കുട്ടികളെ സസ്പെൻഡ് ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിലോട്ട് ഇത് വരുന്നുണ്ടെങ്കിൽ എന്ത് മണ്ടന്മാരാണ് നാറികളെ നിങ്ങൾ എന്നല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ എന്താണ് നമ്മൾ വളർത്തേണ്ടത്? ഇവിടെ മതസൗഹാർദ്ദമാണല്ലോ നമ്മൾ വളർത്തേണ്ടത്. അപ്പോൾ ഈ ചെയ്യുന്നതൊക്കെ മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടൂടെ? ഞങ്ങളൊക്കെ എത്രയോ ക്ഷേത്രങ്ങളിൽ പോയിട്ട് കരുണാലയം കാണിക്കണേ അല്ലാ, കരൾ തേടുന്നിതാ, കൊതിയേറുന്നിതാ, മക്കം കാണാൻ എന്നൊക്കെ പാടിയിട്ടുണ്ട്. ഇവിടെ എത്ര ഗാനമേളകളിൽ ഇതൊക്കെ പാടുന്നുണ്ട്. പ്രധാനമായിട്ടിപ്പോൾ കണ്ടുവരുന്നൊരു സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ക്ഷേത്രങ്ങളിൽ എന്താ പറയുക, ഇതുപോലെ ഉത്സവങ്ങളുണ്ടാവുമ്പോൾ അവിടെ ഈ RSSകാരാണ് ആ ഗാനമേള നടത്തുന്നത് എങ്കിൽ ഈ പരമപവിത്ര ഒരു 16 പ്രാവശ്യം പാടിക്കും. അത് ഈ DYFIക്കാരാണ് ഗാനമേള നടത്തുന്നതെങ്കിൽ ബലി കുടീരങ്ങളെ എന്നുള്ളത് ഒരു 16 പ്രാവശ്യം പാടിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് മാറിയിരിക്കുകയാണ്. പുഷ്പനയറിയാമോ, ഞങ്ങളുടെ പുഷ്പിക്കൽ അറിയാമോ എന്നുള്ള ആ ഒരു ഗാനമാണ് ഇപ്പോൾ സഖാക്കന്മാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിനെതിരെ DYFI വലിയ ശക്തമായി ശബ്ദമുയർത്തിയിട്ടുണ്ട്. മറ്റുള്ള സംഘടനകൾ ഇതിനെ എതിർക്കുന്നുണ്ട്. ഇതിനാണ് പറയുന്നത്, ഇവിടെ കോൺഗ്രസ് വരണം, ഇവിടെ കോൺഗ്രസ് ഭരണം വരണം, ഇവിടെ കോൺഗ്രസ്സുകാരുടെ മനോഭാവം ഉണ്ടാവണം എന്ന് പറയുന്നത് ഇതാണ്. എന്തുകൊണ്ടാണ്? കാരണം എല്ലാ സംഭവങ്ങളെയും ഉൾക്കൊള്ളാനും എല്ലാ സംഭവങ്ങളെയും ചേർത്ത് പിടിക്കാനും എല്ലാവരെ പോലെ മനുഷ്യരാണ്, എല്ലാവർക്കും ദൈവങ്ങളുണ്ട്, രാജ്യസ്നേഹം എന്താണെന്ന് വേർതിരിച്ചറിയാനും വർഗീയത എന്താണെന്ന് വേർതിരിച്ചറിയാനുമുള്ള ഒരേ ഒരു മനസ്സുള്ള ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. അതിനെയാണ് ഈ പറയുന്ന RSS അടക്കം ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്നത്. കാരണം എന്താണ്? കാരണം അത്ര അധികം ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും മതങ്ങളെ ചേർത്ത് പിടിക്കുകയും സംസ്കാരങ്ങളെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് നല്ല സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കണം എന്ന് മനസ്സുള്ള ഒരേ ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണല്ലോ ഈ DYFIക്കാർ ഇതിനെ എതിർക്കുന്നത്. അവർക്കിത് പിടിക്കില്ല. അവർക്ക് എന്തുകൊണ്ടാണ് പിടിക്കാത്തത്? ഒരു മുസ്ലിം കുട്ടി ഒരു ഈ ഭക്തിഗാനം പാടിയെന്ന്, എന്താ പ്രശ്നം? ആ ഭക്തിഗാനത്തിൽ എവിടെയാണ് എന്താണ് ഒരു വിരോധമായി പ്രതിപാദിക്കുന്നത്? മുസ്ലിങ്ങളെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കുറ്റം പറയുന്നത് ഒരു വരി പോലും അതിനകത്തില്ല. വളരെ മനോഹരമായ ഗണഗീതമാണ്. പലപ്പോഴും
ഞാനൊക്കെ ഇത് എന്താണ് പല സ്ഥലത്തും പാടണം എന്ന് ആഗ്രഹിക്കും. പക്ഷേ പാടാത്തത് ഈ RSSകാരെന്ന് പറഞ്ഞാൽ പരനാറികളുടെ ഒരു ഗാനമായി പോയല്ലോ എന്ന് മനസ്സിൽ, അതായത് ഈ പ്രായത്തിൽ തോന്നുന്നതാണ്. പക്ഷെ കുട്ടികളുടെ ഉള്ളിൽ അങ്ങനെയല്ല. അതിൻ്റെ വരി വളരെയധികം ശ്രദ്ധിക്കുമ്പോൾ ഏതൊരു കുട്ടികൾക്കും എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും പാടാവുന്ന ഒരു നല്ല ദേശഭക്തി ഗാനം തന്നെയാണ് പരമപവിത്ര മദാമി മണ്ണിൽ എന്ന് തുടങ്ങുന്ന ആ വരികൾ. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ സാഹിത്യം പഠിച്ചിട്ടുള്ള ഏതെങ്കിലും മുസ്ലിമാന്മാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാഹിത്യം അറിയുന്ന വളരെ വ്യക്തമായി മലയാള ഭാഷ അറിയാവുന്ന മുസ്ലിം പണ്ഡിതന്മാരുണ്ടെങ്കിൽ ആ വരികളെല്ലാം തന്നെ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യണം. അതിലെവിടെയെങ്കിലും ഒരു വാക്കെങ്കിലും ഒരു ഹിന്ദു തീവ്രവാദത്തിൻ്റേതായിട്ട് ഉണരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ ഇന്ന് വരെ എൻ്റെ ഒരു ചെറിയ അറിവിൽ വെച്ചിട്ട് ആ ഒരു വരിയിൽ എവിടെയും തന്നെ ഹിന്ദുത്വം ഉണർത്തുന്ന ഒരു രീതിയിൽ തോന്നിയിട്ടില്ല. അതിൽ പ്രതിപാദിക്കുന്ന ആളുകളുടെ പേരുകൾ കൂടുതൽ വിവേകാനന്ദനെ പറയുന്നു, ഭഗത് സിംഗിനെ പറയുന്നു, ശ്രീനാരായണ ഗുരുവിനെ പറയുന്നു എന്നൊക്കെ ഉണ്ട് എന്നല്ലാതെ വേറെ ഒന്നും തന്നെ അതിന് കാര്യമായിട്ട് ഒരു മതവിഭാഗത്തിൻ്റെ ഗാനമായി കാണാൻ പറ്റാത്ത ഒരു ഗണഗീതമാണ് ഈ പറയുന്ന പരമപവിത്ര മദാമി മണ്ണിൽ എന്ന് തുടങ്ങുന്നത്. എന്തായാലും ഇത് വലിയ വിവാദമാവാതിരിക്കട്ടെ. ഇതിനെ എന്തായാലും 1000 നന്ദി ആ കുട്ടികളോട്. കാരണം ഇവിടെ ഇതാ ഭയങ്കര പ്രശ്നമാണ്. ഇവരൊക്കെ ഭയങ്കരമായി മതം പറയുന്നവരാണ്. ഇവരുടെ ഉള്ളിലൊക്കെ മതതീവ്രവാദമാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്ന ഒരുപാട് ചെറ്റകളുടെ മുന്നിലേക്ക് ഈ കുട്ടികൾ നൽകുന്ന ഒരു വലിയ സന്ദേശം കൂടിയാണ് ഈ ഗാനം എന്ന് പറയേണ്ടതുണ്ട്. ഒരുപാട് സ്നേഹം മക്കളെ, നിങ്ങൾ ആ ഒരു ഗാനം പാടിയതിന്. ഒരുപാട് പേരുടെ കണ്ണ് ഇതിനകം തുറപ്പിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സർവേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.